ഹായ്, നമ്മുടെ എക്കണോമിക്സിൻ്റെ പുതിയ സീരീസിലെ മൂന്നാമത്തെ ലെക്ചറാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അത് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. സോ ഇപ്പം സ്കിപ്പ് ചെയ്യാതിരിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റിൽ തന്നെ ഇതിനകത്ത് നമുക്ക് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻകം മെത്തേഡാണ്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മെത്തേഡ്. നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞ ജി വി എ തന്നെയാണ് ഈ പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മുടെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 3 മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്, സെക്കൻഡ് മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്, ആൻഡ് തേർഡ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇൻകം മെത്തേഡ് പറയുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ്? നമുക്ക് ലാൻഡ് ഉണ്ട്, നമുക്ക് ലേബർ ഉണ്ട്, നമുക്ക് ക്യാപിറ്റൽ ഉണ്ട്, നമുക്ക് എൻ്റർപ്രണർ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാണുള്ളത്? ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, എൻ്റർപ്രണർ ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട്. ഓക്കെ, സോ ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന റിട്ടേൺ വെച്ചിട്ടാണ് നമ്മൾ എന്താ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വർക്കിന് അവർക്ക് കിട്ടുന്ന ഇൻകം വെച്ചിട്ടാണ് നമ്മൾ ഇൻകം മെത്തേഡ് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ലാൻഡിന് എന്താ കിട്ടുക? ലാൻഡിന് നമുക്ക് റെൻറ്റ് കിട്ടും. ഓക്കെ, ലാൻഡിന് റെൻറ്റ് കിട്ടും. ലേബർ അതായത് തൊഴിലാളികളുണ്ട്, അവർക്ക് എന്ത് കിട്ടും? അവർക്ക് വേജസ് കിട്ടും. ക്യാപിറ്റലിന് എന്ത് കിട്ടും? ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും. എൻ്റർപ്രണർക്ക് എന്ത് കിട്ടും? എൻ്റർപ്രണർക്ക് പ്രോഫിറ്റ് കിട്ടും. സോ ഇത്രയും കാര്യങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഇൻകം മെത്തേഡിൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ലാൻഡ്, നമ്മുടെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, അതിന് കിട്ടുന്ന പ്രോഫിറ്റുകൾ നമ്മൾ ആഡ് ചെയ്യും. അതായത് ലാൻഡിന് കിട്ടുന്ന റെൻറ്റും, ലേബർക്ക് കിട്ടുന്ന വേജസും, ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റും, ഓൻ്റർപ്രണർക്ക് കിട്ടുന്ന പ്രോഫിറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യും. ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. ഓക്കെ, ഈ ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് ഇത് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റും തരും, ദെൻ അൾട്ടർനേറ്റീവ് ആയിട്ട് സം വാല്യൂസും തന്നിട്ട് നമുക്ക് ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണേൽ ജി ഡി പി അറ്റ് ഫാക്ടർ പ്രൈസിനോട് കൂടി പ്രോഡക്റ്റ് ടാക്സും പ്രൊഡക്ഷൻ ടാക്സും കൂട്ടിയിട്ട് അതിൽ നിന്നും പ്രോഡക്റ്റ് സബ്സിഡീസും പ്രൊഡക്ഷൻ സബ്സിഡീസും കൂടി കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതിനെയാണ് ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ജി ഡി പി അറ്റ് ഇൻകം മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് രണ്ടാമത്തെ എന്താണ്? നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിതൊരു എക്സ്പെൻഡിച്ചർ നമ്മൾ ചിലവാക്കുന്നത് വെച്ചിട്ട് പറയുന്നത് കേട്ടോ. സോ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് 4 കാര്യങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് കൺസംഷൻ ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. അതായത് ഒരാളൊരു കാറ് വിൽക്കുന്ന ഒരു കടയിൽ ചെന്നു, ഒരാളൊരു കാറ് വിൽക്കുന്ന ഒരു ഷോപ്പിൽ ചെന്നിട്ട് അയാളൊരു കാർ മേടിക്കുന്നു. സോ അതൊരു കൺസംഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നത്, ലൈക്ക് ഇതൊക്കെ ഒരു കൺസംഷനാണ്. സോ ഇതിനാണ് കൺസംഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ബിസിനസ്, എന്തായാലും ഒരു ബിസിനസ് ഫേംസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ദെൻ മൂന്നാമതൊന്നാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. എന്താണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? ഗവൺമെൻറ്റിന് നമുക്ക് ഇഷ്ടംപോലെ ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് സാലറി നമുക്ക് കൊടുക്കണം. സോ ഇതിനെയൊക്കെയാണ് നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ളതാണ് ഫോറിൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഫോറിൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? ഒരു ഫോറിൻ കമ്പനി അല്ലെങ്കിൽ ഫോറിൻ ഫേം ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയിൽ വന്നിട്ട് ഒരു കാറിൻ്റെ കമ്പനി തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. അവർ ഇന്ത്യയിൽ വന്നിട്ട് ഒരു ഫേം തുടങ്ങുന്നു, ചെന്നൈയിലാണെന്ന് വിചാരിക്കാം. അവരവിടെ കുറേ ഒരു ഫേം തുടങ്ങിയിട്ട് അതിലൊത്തിരി അധികം എംപ്ലോയീസിനെ എടുക്കുന്നു, നമ്മൾ സാധനങ്ങൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. സോ ഇതിനെയൊക്കെ കൂടി വരുന്നതാണ് അവർ എന്താ പറയുക ഫോറിൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഒരു ഫോറിൻ കമ്പനി വന്നു, ലൈക്ക് അവരവിടെ എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, എന്നിട്ട് അതിനകത്ത് കുറേ അതിൻ്റേതായിട്ടുള്ള ചിലവുകൾ കാര്യങ്ങളൊക്കെ വരുന്നു, ലേബർ വരുന്നു, ലാൻഡ് വരും. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലാൻഡ്, ലേബർ, ലൈക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ. അപ്പോൾ ഇതെല്ലാം ടുഗദർ നമ്മൾ പറയുന്നതാണ് ഫോറിൻ എക്സ്പെൻഡിച്ചർ. അതൊരു ഫോറിൻ ആയിട്ടൊരു കമ്പനി വരുന്ന സമയത്ത്, ലൈക്ക് അങ്ങനെ വരുന്ന സമയത്ത്. ഓക്കെ, അതിനാണ് ഫോറിൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, ഇനി ഈ ഒരു എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമുക്ക് എങ്ങനെയാണ് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സോ ഇവിടെ നോക്കുക, നമുക്കിവിടെ
കൺസംഷൻ ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ബിസിനസ് ഉണ്ട്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഫോറിൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. സോ ഇതിൽ ഈ ഫോറിൻ എക്സ്പെൻഡിച്ചർ ഞാൻ പറയാം. ഓക്കെ, സോ കൺസംഷൻ ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ബിസിനസ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ദെൻ ഈ ഫോറിൻ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എക്സ്പോർട്ടിൽ നിന്നും നമ്മൾ ഇമ്പോർട്ട് കുറച്ചിട്ട് പറയുന്നതാണെന്ന് ഓർക്കുക. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, എക്സ്പോർട്ട് നിന്നും ഇമ്പോർട്ട് നമ്മൾ കുറച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ GDP എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കൺസംഷൻ ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, അതിൻ്റെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ബിസിനസ്, ദെൻ അതിൻ്റെ കൂടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ദെൻ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പോർട്ടിൽ നിന്നും ഇമ്പോർട്ട് കുറച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ കൂട്ടും. സോ അങ്ങനെയാണ് നമുക്ക് GDP അറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഡി ഇവിടെ ആരോ എടുത്തുകൊണ്ട് പോയി. ഓക്കെ, ഡി കാണുന്നില്ല. സോ ഇങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ പ്രൊഡക്ഷൻ മെത്തേഡിൽ ഞാൻ ഇന്നലെ പറഞ്ഞ GVA തന്നെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ അത് മാത്രം ഓർത്തുവെച്ചാൽ മതി. ലാസ്റ്റ് ക്ലാസ് മാത്രം ഓർത്തുവെച്ചാൽ മതി. GVA ആണ് നമ്മുടെ ഈ പ്രൊഡക്ഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താ പറയുന്നത് പ്രൊഡക്ഷൻ മെത്തേഡ്. സെക്ടർ സ്പെസിഫിക് ആയിട്ട് ലൈക്ക് അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, സോ അത് അതിൻ്റേതായിട്ട് GVA പഠിച്ചത് മാത്രം ഓർത്തുവെച്ചാൽ മതി. അതിനൊന്ന് എക്സ്ട്രാ കൂടുതലൊന്നുമില്ല. സോ അത് സെപ്പറേറ്റ് പറയേണ്ട ഒരു ആവശ്യമില്ല. സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ എങ്ങനെയൊക്കെയാണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. GDP നമ്മൾ 3 മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യണത്: ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രൊഡക്ഷൻ മെത്തേഡ്. സോ അതിനകത്ത് തന്നെ ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ പ്രൊഡക്ഷൻ മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ട് വാല്യൂ ആഡഡ് അറ്റ് എവറി സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. സോ ജസ്റ്റ് ടേക്ക് എൻ എക്സാമ്പിൾ. എന്താണ്, ഒരു മൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ മൈനിൽ നിന്നും ഒരു കോൾ മൈനാണെന്ന് വിചാരിക്കുക. ആ കോൾ മൈനിൽ നിന്നും ലൈക്ക് കോൾ എടുക്കുന്ന സമയത്തേക്ക് ഒരു ടണ്ണിന് 10,000. ഒരു എക്സാമ്പിൾ, ഒരു ടൺ കോളിന് ജസ്റ്റ് 10,000 രൂപയാകുന്നു, അല്ല 1,00,000 രൂപയാണെന്ന് വിചാരിക്കുക. ഒരു ടൺ കോളിന് 1,00,000 രൂപയായെന്ന് വിചാരിക്കുന്നു. ദെൻ ഇത് കൊണ്ടുപോയി ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് സ്റ്റീൽ ഉണ്ടാക്കുന്നു. സോ അപ്പം അതിൽ നിന്നൊരു സ്റ്റീൽ ഉണ്ടാക്കി വരാൻ വേണ്ടി അതിനകത്ത് ടോട്ടൽ ലാൻഡ്, ലേബർ, വേജസ് എല്ലാം കൂടി കൂടിയാൽ എന്താണ്, ഒരു 10,00,000 രൂപയായെന്ന് ഇരിക്കാം. 1,00,000 നിന്ന് 10,00,000 രൂപയായി. സോ അവിടെ നമ്മളൊരു കാറിലേക്ക് വന്നപ്പോഴത്തേക്കും അതൊരു 20,00,000 രൂപയായി. സോ ഈ ഒരു 20,00,000 നിന്ന് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് കിട്ടുന്നതാണ് നമ്മുടെ ഈ വാല്യൂ ആഡഡ് എവറി സ്റ്റേജസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു. സോ അത്രയേ ഉള്ളൂ പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത്രയോ ഓർത്തിരിക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുന്നത് GDP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ.